ഹലോ ഗൈസ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ സ്പീഡ് 400ൻ്റെ ചെയിൻ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്നാണ്. അപ്പോൾ ലാസ്റ്റ് ഞാൻ കൊടൈക്കനാൽ പോയിട്ട് വന്നപ്പോൾ നന്നായിട്ട് ഡേർട്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം വണ്ടി എടുക്കാതിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇതൊന്ന് ക്ലീൻ ചെയ്യുന്നത് നോക്കാം. നമുക്ക് ഫസ്റ്റ് ഈ മിനി സ്പ്രോക്കൻ്റെ ഈ കേസ് ഒന്ന് അഴിച്ചെടുക്കണം. അപ്പോൾ ഈ 3 ബോൾട്ടും എന്ത് ചെയ്യണം, നമുക്ക് അഴിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അഴിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് 8mm ഒരു ടീ സ്പാനർ ആവശ്യമാണ്. അപ്പോൾ ഇത് അറൗണ്ട് ഒരു 120 റുപ്പീസ് എന്താണ് വരുന്നത്. അപ്പോൾ 8mm തന്നെ വേണം. അതെന്തായാലും ഒരെണ്ണം ഉണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിരിക്കും. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഈ 3 ബോൾട്ടും ഊരിയെടുക്കുക. ഞാനിപ്പോൾ ഇത് അഴിച്ച് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ഊരി വരും. ഓക്കെ, പിന്നെ ഇതിനകത്ത് തന്നെ അത്യാവശ്യം നല്ല ഡേർട്ട് ഉണ്ടായിരുന്നു. ഇത് എൻഡിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും, നല്ല ഡേർട്ട് ഉണ്ടായിരുന്നു. ഓക്കെ, പിന്നെ നമുക്ക് ഈ സിൽവർ കളറിൽ കാണുന്ന ഈ ഒരു കവർ എന്ത് ചെയ്യണം, ഊരിയെടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് നമുക്ക് എന്ത് വേണം, ഇത് ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ വേണം. നിങ്ങൾ കണ്ടല്ലോ എൻ്റെ ചെയിൻ്റെ അവസ്ഥ ഇപ്പോഴത്തെ. ഓക്കെ, ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ ചെയിൻ്റെ അവസ്ഥ. ഫുള്ള് ഡേർട്ടാണ്. ഓക്കെ, ഈ സ്ക്രൂ ഡ്രൈവർ നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഈ ഒരു സൈഡിൽ വയറിൻ്റെ സൈഡിൽ ചെറിയൊരു ലോക്കുണ്ട്. ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ലോക്ക് അങ്ങ് ഇളവിയങ്ങ് വരും. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ആ ലോക്കങ്ങ് എടുത്ത് കഴിയുമ്പോൾ ഈ വയർ നമുക്ക് ഇതുപോലെ ഡിറ്റാച്ച് ആയി കിട്ടും. അതിനുശേഷം കണ്ടല്ലോ, ഇത് കുറച്ച് സൂക്ഷിച്ചെടുക്കുക, എന്നാൽ ആ ലോക്ക് പൊട്ടാതെ കിട്ടും. എൻ്റെ ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയി. ഞാൻ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് രണ്ടാമത്തെ ലോക്കിലൊന്ന് നോക്കിയത്. പിന്നെ ഈ സിൽവർ കളറിലുള്ള കവർ നമുക്ക് അഴിച്ചെടുക്കുന്നതിന് വേണ്ടി നമുക്കൊരു അലൻ കീ ആവശ്യമാണ്. അപ്പോൾ അത് 5mmൻ്റെയാണ് ഈ അലൻ കീ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് വലിയ ക്വാളിറ്റി ഒന്നും ഇല്ലാത്തൊരു കവറാണ്. സോ നിങ്ങൾ ഒരു മയത്തിൽ വേണം എന്ത് ചെയ്യുക, ഇത് അഴിച്ചെടുക്കാനുള്ള. പിന്നെ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഫുള്ളി ഡേർട്ടാണ്. എന്താ പറയുക, നന്നായിട്ട് ചെളി കയറിയിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഞാൻ ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട്, ഞാനിപ്പോൾ വാഷ് ചെയ്യാൻ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഡീസലും വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മുടെ ചെയിൻ ക്ലീനിങ് ബ്രഷുണ്ട്, പിന്നെ അല്ലാത്തൊരു ടൂത്ത് ബ്രഷുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് ഞാൻ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് പോയിട്ട് വന്നതുകൊണ്ട് ഈ ഡീസൽ വീഴുമ്പോൾ വണ്ടിയിൽ നല്ല ചൂട് വരുന്നുണ്ട്, അത് കാര്യമാക്കണ്ട. ഓക്കെ, നമ്മൾ നന്നായിട്ട് ഈ ലിക്വിഡ് എല്ലായിടത്തും ഒന്ന് സ്പ്രേ ചെയ്യുക. അതിനുശേഷം നമ്മുടെ ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. ഓക്കെ, ഇത് ഞാൻ ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള ഒരു ഷോട്ടാണ്. നമുക്കിനി എന്ത് ചെയ്യുക, ഒന്ന് നന്നായിട്ട് പ്രഷർ വാഷ് ഉപയോഗിച്ചൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഓക്കെ, പിന്നെ ഇതിൻ്റെ കവറൊക്കെ ഞാൻ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ഡേർട്ട് കളഞ്ഞ്. ഓക്കെ അല്ലേ.